ഹായ് ഗായ്സ്, നമ്മൾ ഉംറ കഴിഞ്ഞിട്ടുള്ള ഫസ്റ്റ് വീഡിയോ ആണ്. അപ്പോൾ ഉംറ കഴിഞ്ഞിട്ട് നമ്മൾ മദീനത്ത് എത്തിയിട്ടുള്ള വീഡിയോസാണ് നമ്മളിന്ന് കാണാൻ പോകുന്നത്. മക്കയിലും നമ്മൾ സ്ഥലങ്ങളൊക്കെ കാണാൻ പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ മദീനത്ത് എത്തിയപ്പോഴാണ് നമുക്ക് ആ വീഡിയോ എടുക്കാനുള്ള ആ ഒരു ഇതിലേക്ക് വന്നത് കേട്ടോ. അപ്പോൾ മക്കയിലാവുമ്പോൾ നമ്മൾ എന്താ പറയുക, നമ്മുടെ മനസ്സ് കംപ്ലീറ്റ്ലി ആ ഒരു ഇതിലേക്ക് ആയിപ്പോയത് കൊണ്ടും നമുക്ക് ഈ ഒരു വീഡിയോ എടുക്കുന്ന കാര്യമൊന്നും അങ്ങനെ മനസ്സിലേക്ക് ഇല്ലായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനാണെങ്കിൽ ഉംറൻ്റെ വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ല. അതൊക്കെ നമ്മുടെ സാക്രഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. അപ്പോൾ അതൊന്നും വീഡിയോസ് എടുത്തിട്ടില്ല. പക്ഷേ നമ്മൾ സ്ഥലങ്ങൾ കാണാൻ പോയതൊക്കെ നമ്മൾ വീഡിയോ ആയിട്ട് റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് മദീനത്തുള്ള നമ്മുടെ ലൈബ്രറിയാണ്. മദീനത്തുള്ള ഖുറാൻ അച്ചടിച്ച് വരുന്നത്, അതായത് ലോകത്തുള്ള നാനാവിധ സ്ഥലങ്ങളിലേക്കും ഖുറാൻ അച്ചടിച്ച് വരുന്ന സ്ഥലമാണ് മദീനത്തുള്ള ഈ ഒരു ഖുറാൻ ലൈബ്രറി. അപ്പം ഇവിടെ പല രീതിയിലുള്ള ഖുറാനുകളുണ്ട് കേട്ടോ. അപ്പം അതിൽ വലിയ ഖുറാനുകളുണ്ട്, ചെറിയ പോക്കറ്റ് ഖുറാനുകൾ, മീഡിയം ലെവലിലുള്ള, ഇങ്ങനെ പല രീതിയിൽ. പിന്നെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഓതാനുള്ള ചെറിയ കുറച്ച് ജ്യൂസുകളുള്ള ഖുറാനും, അങ്ങനെ പല രീതിയിലുള്ള ഖുറാനുകൾ നമുക്കിവിടെ അവൈലബിൾ ആണ്. അപ്പോൾ നമുക്കിത് അച്ചടിച്ച് വരുന്നതൊക്കെ ആ ഒരു പ്രോസസ്സൊക്കെ നമുക്കിവിടെ വന്നാൽ കാണാൻ കഴിയും. വലിയൊരു ക്യൂ ആണ് കേട്ടോ. നമ്മൾ ഈ ഒരു വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ ആ ഒരു ഖുറാൻ പ്രസ് വരെ നല്ല ക്യൂ തന്നെയാണ്. പക്ഷേ പിന്നെ ക്യൂ ഇങ്ങനെ മൂവ് ചെയ്യുന്നതുകൊണ്ട് നമ്മൾ അധികം ആ ഒരു പിന്നെ നൃത്തത്തിൻ്റെ ആ ഒരു ബുദ്ധിമുട്ട് അറിയുന്നില്ല. അപ്പം ഇതിൻ്റെ ചുറ്റുപാടുള്ള സ്ഥലങ്ങളാണ് നല്ല ബ്യൂട്ടിഫുള്ളാണ് കേട്ടോ. നല്ലൊരു കാമിങ് ആയിട്ടുള്ള ഒരു എൻവയറമെൻറ്റാണ്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഉള്ളിലേക്ക് പോവുകയാണ്. ഇപ്പോൾ പല രാജ്യത്തു നിന്നുള്ള ആൾക്കാരും ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഉംറയ്ക്കും ഹജ്ജിനൊക്കെ പോകുന്ന സമയത്ത് തന്നെ നമുക്ക് പല പല സ്ഥലങ്ങളിൽ നിന്നുള്ള ആൾക്കാരെ കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ പോയ സമയത്ത് കൂടുതലായിട്ടും ഇന്തോനേഷ്യക്കാരാണ് ഉണ്ടായിരുന്നത്. പിന്നെ ബാക്കിയുള്ള പിന്നെ സ്ഥലങ്ങളിൽ നിന്നുള്ള ആൾക്കാരും ഉണ്ട്. പക്ഷേ മെയിനായിട്ട് അവിടെ നിന്നാണ് കുറേ ആൾക്കാരുണ്ടായിരുന്നത്. ഓരോ ടൈപ്പ് ഓരോ വലുപ്പത്തിലുള്ളവർ കാണിക്കുന്നത്. ഇപ്പം നമ്മൾ കാണുന്നത് ഖുറാൻ ഇങ്ങനെ പിന്നെ ഒരു കുത്തു പോലെയാണ്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബ്ലൈൻഡ് ആയിട്ടുള്ള കണ്ണ് കാണാത്ത ആൾക്കാർക്ക് അവരുടെ ആ ഒരു കൈ വെച്ചിട്ട് ലെറ്റേഴ്സ് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് ഓതാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് ഖുറാനാണ്. ഇതാണ് നമ്മുടെ ഖുറാൻ ലൈബ്രറി എന്ന് പറയുന്നത്. ഇവിടെ നമ്മളെ ലോകത്തിലുള്ള പല സ്ഥലങ്ങളിലേക്കുള്ള ഖുറാൻ നമ്മളിവിടെയാണ് അച്ചടിച്ച് വരുന്നത്. അപ്പം പിന്നെ ഇതിൻ്റെ പ്രോസസ്സിന് വേണ്ടി വലിയൊരു ഏരിയ തന്നെ ഉണ്ട്. അപ്പം ഞാനും ആലോചിച്ച് നമ്മളിവിടെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓരോ പാസ്പോർട്ടിന് ഓരോ ഖുറാൻ വീതം നമുക്ക് ഫ്രീ ആയിട്ട്
ഇവിടുന്ന് കിട്ടും, ഈ ഒരു ലൈബ്രറി സന്ദർശിക്കുന്ന ആൾക്കാർക്ക് കേട്ടോ. അപ്പോൾ എനിക്കും അതുപോലൊരു ഖുറാൻ കിട്ടി, ഒരു മീഡിയം സൈസ്ഡ് ആയിട്ടുള്ളൊരു ഖുറാൻ അവർ എല്ലാവർക്കും കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഖുറാൻ ലൈബ്രറിയുമായി അസോസിയേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ. അപ്പോൾ എന്തായാലും ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നമ്മുടെ ചാനലൊന്ന് ഫോളോ ചെയ്യുക കേട്ടോ. നെക്സ്റ്റ് നല്ലൊരു വീഡിയോസായിട്ട് വരാം. ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ.